പക്ഷെ ഇതില് വേറൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പെൺപിള്ളേര് എനിക്ക് മെസ്സേജ് അടക്കുന്നുണ്ട്. ഈ രേണുസുധീനെ പൊക്കി കറക്കിയായിരുന്നല്ല, അപ്പൊ രേണുസുധീന അലഞ്ചോസ് പെരേര എടുത്ത് പൊക്കി കറക്കിയായിരുന്നു. അപ്പൊ എന്റെ ഈ ടാബിലേക്ക് ഒരുപാട് പെൺപിള്ളേര് മെസ്സേജ് അടക്കുന്നുണ്ട്. അതായത് രേണുസുധീനെ പൊക്കിയ പോലെ ഞങ്ങളെയും കൂടി അലിയേട്ടൻ പൊക്കോ, അതായത് ഞങ്ങളെ അതേപോലെ കറക്കോ. അങ്ങനെ ഒരുപാട് പെൺപിള്ളേര് എനിക്ക് മെസ്സേജ് അടക്കുന്നുണ്ട്. ഈ രേണുസുധീനെ പൊക്കിയെ കറക്കണ പോലെ അലിയേട്ടൻ ഞങ്ങളെയും കൂടി കറക്കോന്ന്. അലഞ്ചോസ് പെരേര പുള്ളിക്കാരനെ അറിയോ? എനിക്ക് മുമ്പ് അറിയണ്ടായിരുന്നില്ല. ഈ അടുത്തായിട്ടാ മറ്റേ രേണുസുധിയുടെ ഒരു മറ്റേ ഡാൻസ് കളി സംഭവം ഉണ്ടായിരുന്നില്ലേ, കൊല്ലം സുധിയുടെ ആണ്ടിൻ്റെ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ പുള്ളിക്കാരനെ കണ്ടത്. അപ്പോൾ ഇപ്പോൾ സ്ക്രോൾ ചെയ്ത സമയത്ത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കോമഡി തോന്നി. അതുകൊണ്ടാട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പം ആള് ഈ രേണുസുധിയുടെ ഒപ്പം ഈ അടുത്തൊരു ആൽബം ചെയ്തായിരുന്നു. അപ്പം അതിനുശേഷം ഭയങ്കര ഒരു ഹിറ്റായ ആൽബം ചെയ്തായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ആൽബം എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതിൽ രേണുസുധീനെ എന്തോ കറക്കുന്ന സീനുണ്ടെന്ന്. അപ്പം ആളുടെ മാനേജർ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട്. എന്തോ ആയിരുന്നു പേര്, എന്തോ ഒരു പേര് പറഞ്ഞല്ലോ, എന്തോ കൊച്ചിക്കാരൻ, വിഷ്ണു കൊച്ചിക്കാരനോ, അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. അപ്പോൾ ആള് മാനേജർ അടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. മാനേജറൊക്കെ ഉള്ള പുള്ളിയാണ്, വലിയ പുള്ളിയാണ് കേട്ടോ, കാണുന്ന പോലെയല്ല. അപ്പോൾ രേണു ചേച്ചിനെ എടുത്ത് പൊക്കുന്ന വീഡിയോ കണ്ടിട്ട് ഈ നമ്മുടെ മാനേജർക്ക് കുറേ പേര്, മാനേജറിൻ്റെ ടാബിൽ കുറേ പേര് പെൺകുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ടെന്ന്. അതായത് രേണു ചേച്ചിനെ പൊക്കി കറക്കിയതുപോലെ അലിയേട്ടന് ഞങ്ങളെയും കൂടി കറക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഈ പുള്ളിക്കാരൻ്റെ ടാബിലേക്ക് കുറേ പെൺപിള്ളേർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത്രയും ദാരിദ്ര്യം പിടിച്ച പെൺകുട്ടികളെ ഏതാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ നമ്മുടെ അലിയേട്ടന്റെ മറുപടി കേൾക്കണം, അത് അതിലും വലിയ വിറ്റാണ്. ഈ ഇപ്പൊ അലിയേട്ടന് പൊക്കാൻ പറ്റുന്ന ഒരു ദിവസം 4 പെൺപിള്ളേരെ പുള്ളി പൊക്കാൻ പറ്റില്ല. കാര്യം പുള്ളിയുടെ കറക്റ്റായിട്ടുള്ള കാര്യം പറയാം. അല്ലല്ല, പുള്ളിയുടെ ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ട്, നടുവിന് കംപ്ലൈന്റ് ആവും. മെലിഞ്ഞ പെൺകുട്ടികളെ 50 വയസ്സിന് താഴെ, 50 അല്ല 30 വയസ്സിന് താഴെ, അല്ല 50 കിലോ വെയിറ്റിന് താഴെ, 50 കിലോ വെയിറ്റിന് താഴെ, 50 കിലോ വെയിറ്റിന് താഴെ ഉള്ളവർക്ക് മാത്രമേ അലിയേട്ടൻ പൊക്കി കറക്കുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ നടുവും അല്ലെ 50 കിലോ മേലിൽ പൊക്കി കഴിഞ്ഞാൽ പുള്ളിയുടെ നടുവിന് കംപ്ലൈന്റ് ആണ്. അപ്പൊ അതുകൊണ്ടിട്ട് വരുന്ന പെൺപിള്ളേര് ഒരു 50 അപ്പൊ അലിയേട്ടന് പൊക്കണതിന് കുറച്ച് ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മിക്കതും. 50 വയസ്സ്, 50 വയസ്സെന്ന് പറയുമ്പോൾ 30 വയസ്സിന് താഴെ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെ വെക്കുള്ളൂ. അതായത് വെയിറ്റ് കൂടുതൽ വെയിറ്റ് എടുക്കാൻ അലിയേട്ടന് പറ്റില്ല. കാരണം അലിയേട്ടന് ഡിസ്കിന് കംപ്ലൈൻറ്റ് ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ വെയിറ്റ് എടുക്കാൻ അലിയേട്ടന് പറ്റില്ല. ഒരു 30 കിലോയ്ക്കൊക്കെ താഴെയുള്ള പെൺപിള്ളേരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനേജർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജർ അലിയേട്ടനോട് പറഞ്ഞ് ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതെ, അപ്പൊ ഒരു 50 കിലോ താഴെയുള്ള പെൺകുട്ടികളാണെങ്കിൽ അലിയേട്ടൻ കറക്കാൻ തയ്യാറായിരിക്കും. അത് ഒരു ദിവസം 4 പേരെ മാത്രം. സോറി, 50 കിലോയാണ് പറയണത്. ഇപ്പം 50 കിലോന് താഴെ പെൺപിള്ളേരെ ആകുമ്പോൾ അലിയേട്ടന് കറക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അല്ലെങ്കിൽ അലിയേട്ടൻ്റെ ഡിസ്ക് പോവും. പിന്നെ വാട്സപ്പിൽ നമ്മുടെ PAക്ക് മെസ്സേജ് അയക്കുക, ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പിൽ എങ്ങനെ മെസ്സേജ് അയക്കുക. ബുക്കിംഗ് ഉണ്ട്, ബുക്കിങ്ങിനനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾ ക്യൂവിലാണ്. അപ്പം പെൺകുട്ടികൾ കൂടുതൽ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, മെസ്സേജ് അയച്ചാൽ അപ്പം തന്നെ നമ്മുടെ അലിയേട്ടൻ ഫ്രീ ആവണമെന്നില്ല. അലിയേട്ടന് കുറേ ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ ചേട്ടൻ ബുക്കിങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നതാണ്. റീൽസൊക്കെ ചെയ്യാനും ചാർജ് ഉണ്ടാവും. അത് നിങ്ങൾ അലിയേട്ടൻ്റെ മാനേജറിന്റെ അടുത്ത് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അത് അലിയേട്ടൻ അത് അവര് വണ്ടിക്കാശ് മുടക്കി വരണല്ലേ. അപ്പൊ അത് അലഞ്ചോസിന്റെ വലിയൊരു പിന്നെ എത്ര പടങ്ങളാണ് ഇപ്പൊ പുള്ളി നിർമ്മിക്കാൻ പോണത്. ഒരുപാട് കോളുകൾ ചെല്ലുന്നുണ്ട്. കാരണം ഞങ്ങൾ ഒറ്റക്ക് വഴിവെട്ടി വരുന്ന, അതായത് ഇത്ര ക്യൂവിലൊക്കെ നിന്ന് വെയിറ്റ് ചെയ്ത് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്ത് ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന് വണ്ടിയും പിടിച്ച് വണ്ടിക്കൂലിയും മുടക്കി അങ്ങോട്ട് ചെല്ലുമ്പോൾ അലിയേട്ടൻ സന്തോഷത്തോടു കൂടി 2000 രൂപ നമുക്ക് തരുന്നാണ് പറയുന്നത്. അപ്പോൾ എന്തോരം ഓഫർ, ഇത് അധികം ദിവസത്തേക്ക് ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഓഫർ കുറച്ച് ദിവസത്തേക്ക് ഉള്ളു. അപ്പോൾ എത്രയും വേഗം എല്ലാവരും ബുക്ക് ചെയ്യുക. പിന്നെ എത്ര പടങ്ങളാണ് ഇപ്പൊ പുള്ളി നിർമ്മിക്കാൻ പോണത്. ഒരുപാട് കോളുകൾ ചെല്ലുന്നുണ്ട്. കാരണം ഞങ്ങൾ ഒറ്റക്ക് വഴിവെട്ടി വരുന്നത് പലർക്കും അത് സഹിക്കുന്നില്ല. കാരണം പല സിനിമാ നടന്മാരുടെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 2000 പേരാ 3000 പേരാ കാണുന്നത്. പക്ഷെ അലഞ്ചോസ് പെരേര വിഷ്ണു കൊച്ചിക്കാരൻ കൂടെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് 1 മില്യൺ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതും ഞങ്ങളുടെ സംസാരമാണ്. അപ്പൊ അത് പല സിനിമാ നടന്മാർക്കും അസ്വസ്ഥത പല പല സൂപ്പർ സ്റ്റാറുകൾക്ക് 500 രൂപ കിട്ടിക്കൊണ്ടിരുന്നു. അതെ അതെ അതെ, പല പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ ഇന്നവര് മേടിക്കുന്ന കോടികളാണ്. പക്ഷെ നമുക്കും കോടിക്കണക്കിന് രൂപ കിട്ടുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക്
പറയുമ്പോൾ ഇപ്പൊ 1 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം പറയുമ്പോൾ തന്നെ അവര് നോ എന്നാ പറയുന്നത്. അപ്പൊ അതായത് രണ്ട് ചേട്ടന്മാർക്കും സിനിമയുടെ സീരിയലിലൊക്കെ തിരക്കാന്ന് പറയണം. എന്തായാലും വന്ന വഴി മറക്കില്ല കേട്ടോ, വന്ന വഴി മറക്കാത്ത ആൾക്കാരാണ്. അപ്പൊ സിനിമയും സീരിയലൊക്കെ കൊണ്ട് ഭയങ്കര ബിസി ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ താരതമ്യപ്പെടുത്തുന്നത് ചെറിയ ചെറിയ ആൾക്കാരൊന്നല്ല, വലിയ വലിയ നടന്മാർ സ്വന്തമായിട്ട് വഴിവെട്ടി വന്നവരാണ് രണ്ടുപേരും. അപ്പം മറ്റവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ മോഹൻലാലിനും മമ്മൂട്ടീനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും വലിയ വലിയ ആൾക്കാരൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെ വ്യൂസ് ഒന്നല്ലല്ലോ നമ്മുടെ വീഡിയോസ്. അവർക്ക് 2000-3000 ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് മില്യൺസ് ആണ് വ്യൂസും കാര്യങ്ങളും. അപ്പം ചെറിയ പുള്ളികളല്ല, വലിയ വലിയ ആൾക്കാരാണ് പല ആൾക്കാരും. അതായത് നമ്മൾ വലിയ വലിയ സിനിമ നടന്മാരുടെ ഇന്നലെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ സംസാരം, ഇവരുടെ കാര്യങ്ങളാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, മനസ്സിലാക്കണം. അപ്പം ഇവരുടെ അതായത് ഇവരുടെ ഈ പബ്ലിസിറ്റി എന്ന് പറയുന്നത് പല നടന്മാർക്കും, വലിയ വലിയ നടന്മാർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്, മനസ്സിലാക്കണം നമ്മൾ. പലർക്കും, അതായത് മോഹൻലാലും മമ്മൂട്ടിക്കൊക്കെ ഇവരുടെ വളർച്ചയിൽ അസ്വസ്ഥതയാണ്. ഈശോയെ, ഇനിയിപ്പോൾ നാളെ ഇവരൊക്കെ വളർന്നു വന്ന് നമുക്ക് മേലെ ആവോ? എന്തവര് അല്ല, സീരിയസ് ആയിട്ടാണോ? ഒറിജിനലായിട്ട് ഇവർ പൊട്ടന്മാരാണോ? ഇനി അതുപോലെ അഭിനയിക്കുകയാണോ? ഈ പോലെ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ട് അഭിനയിക്കുകയാണോ? അല്ലെങ്കിൽ ഇവർ പണ്ട് തൊട്ടേ ഇങ്ങനെയാണോ? മനസ്സിലാവണില്ല. എന്തായാലും ജാതി കോമഡി ഫുൾ ഇൻ്റർവ്യൂ നമുക്ക് ചിരിച്ച് ചാവോ. അടിപൊളിയാട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ കോമഡി തപ്പിപ്പോണ്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് സ്ക്രിപ്റ്റർമാർ വരുന്നുണ്ട്. ഞാനൊരു കാര്യം ഞാൻ പറയാം, ഞാൻ അലൻ ജോസ് പെരേരയുടെ മാനേജർ ആണെന്ന് പറയും. എൻ്റെ അടുത്ത് നിങ്ങൾ കഥ പറയണ്ട. നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ ആരെ വെച്ചാണോ ആ കഥ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അലൻ ജോസ് പെരേര ആണെങ്കിൽ അലൻ ജോസ് പെരേരയോടാണ് കഥ പറയേണ്ടത്. അപ്പൊ ഇപ്പോഴുള്ള സ്ക്രിപ്റ്റർമാരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അലൻ ജോസ് പെരേരയോട് സംസാരിക്കാനുള്ള സൗകര്യം ഞാൻ ഒരുക്കി തരാം. അല്ലാണ്ട് നിങ്ങൾ ഉണ്ടല്ലേ പറയട്ടെ, നിങ്ങളുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളും മാനേജറായി എനിക്ക് കേൾക്കണ്ട. എനിക്കതാ പറയാനുള്ളത്. കാര്യം ഉണ്ണിയേട്ടൻ പെട്ട് ഇനി അതേപോലെ അലൻ ജോസ് പെരേര പെടണ്ട, അത്രേ എനിക്ക് പറയാനുള്ളത്. അപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റർമാരുടെ ശ്രദ്ധയ്ക്ക് അലൻ ജോസ് പെരേരയുടെ അടുത്ത് സ്ക്രിപ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നവര് അപ്പൊ ആ മാനേജറിനൊന്ന് ശല്യം ചെയ്യാതിരിക്കുമോ? കാരണം ആ മാനേജറിന്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട് എന്താ കാര്യം? മാനേജർ അല്ല സ്ക്രിപ്റ്റ് കേൾക്കേണ്ടത്, അലൻ ജോസ് പെരേരയാണ്. അപ്പൊ ആ പുള്ളിക്കാരൻ അല്ലെങ്കിൽ തന്നെ ഫോട്ടോഷൂട്ട്, പിന്നെ എടുത്ത് കറക്കൻ പെൺപിള്ളേരുടെ എടുത്ത് കറക്കല്, പിന്നെ റീൽസ്, അതുപോലെ തന്നെ മറ്റേ കല്യാണ പ്രോഗ്രാമിന് ഡാൻസ്, നൃത്തം ചെയ്യൽ, അങ്ങനത്തെ കുറേ കലാപരിപാടി, മൂവീസിൻ്റെ റിവ്യൂവർ, എന്തൊക്കെ അലൻ ജോസ് പെരേരയുടെ കൈ പതിക്കാത്ത ഒരു ഇടവും ഇല്ല എന്ന് പറയുന്ന ഒരു സീരിയൽ, സിനിമ എല്ലാത്തിലും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭയങ്കര ബിസി ആയിട്ടിരിക്കുകയാണ് മാനേജർ. ഇനിയും പുതിയ ഒരു മാനേജറിനെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ആൾ ഫുൾ ബിസിയാണ്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് സ്ക്രിപ്റ്റ് റൈറ്റർമാർ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാനേജറിനെ ശല്യം ചെയ്യരുത്. കാരണം മാനേജറല്ല കഥ കേൾക്കേണ്ടത്, അലൻ ജോസ് പെരേരയാണ്. അപ്പോൾ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആളെ കോൺടാക്ട് ചെയ്യാനായിട്ട് കിട്ടില്ലായിരിക്കും. അപ്പം മാനേജറിനെ വിളിച്ച്, ആളും ഭയങ്കര ബിസി ആയിരിക്കുമല്ലോ, മാനേജറിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റും കാര്യങ്ങളും എത്ര വലിയ സംവിധായകന്മാരാന്ന് വെച്ചാൽ അല്ല സ്ക്രിപ്റ്റ് റൈറ്റർമാരാന്ന് വെച്ചാലും ഏത് കഥയുടെ ആയാലും, കാരണം അവർക്ക് വലിയ വലിയ കാര്യങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ അവർ അതിൽ ബിസിയാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. ദയവേത് അവരുടെ റിക്വസ്റ്റാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡേറ്റും കാര്യങ്ങളും അവർ തരും. അപ്പോൾ നിങ്ങളത് ക്ഷമയോടുകൂടി ആ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുക, അല്ലാണ്ട് അവരെ ശല്യം ചെയ്യാൻ നിൽക്കരുത് ദയവേത്. ഉണ്ണേട്ടൻ പെട്ട് അതുപോലെ ഇനി അയ്യോ സമ്മതിക്കണം, ജാതി കോമഡിയാ. നിങ്ങൾ ഏറ്റവും വലിയ ശ്രദ്ധയ്ക്ക് ബിഗ് ബോസ് എന്നാന്ന് വെച്ചാലും അലൻ ജോസ് പെരേരനെ വിളിക്കരുത്. കാരണം ആൾ ഫുൾ ബിസി ആയിരിക്കും. ആളെ വിളിച്ച് കഴിഞ്ഞാൽ പല ടൈമിലും കിട്ടില്ല. ആളുടെ മാനേജറിനെ വിളിക്കുക, എന്നിട്ട് മാനേജറിനെ വിളിച്ചിട്ട് നിങ്ങൾ ഡേറ്റ് എടുക്കുക, ബിഗ് ബോസിലേക്കായാലും എന്തിലേക്കായാലും. കാരണം ആൾ ഫുൾ ബിസി ആയിട്ടുള്ള ഒരാളാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ശല്യം ചെയ്യരുത്. ആൾക്ക് ഡേറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബിഗ് ബോസിലേക്ക് വിളിച്ചാലും എവിടേക്ക് വിളിച്ചാലും നിങ്ങൾ മാനേജറിനെ കോൺടാക്ട് ചെയ്യാനാണ് പറയുന്നത്. ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ആൾ പറയുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പാവം ആളുടെ ഒരു റിക്വസ്റ്റ് നിങ്ങൾ പരിഗണനയിൽ എടുക്കണം. അപ്പോൾ ലാസ്റ്റ് മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണങ്ങളുടെ, അപ്പോൾ ആളുടെ ട്രെൻഡിങ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതാണല്ലോ. മെയ് മാസത്തിൽ തന്നെ 10-23 ബുക്കിങ്ങും പ്രോഗ്രാമൊക്കെ ചെയ്തതാണ് ആൾ പറയുന്നത്. അപ്പോൾ അതായത് കല്യാണത്തിന് ആളെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പബ്ലിസിറ്റിയും കാര്യങ്ങളും കിട്ടും. ആളുടെ വക ഡാൻസ് പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഫുൾ സദസ്സിനെ കയ്യിലെടുക്കാനുള്ള കഴിവ് ആൾക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ കല്യാണത്തിൻ്റെ ഓഫർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10,000 തൊട്ട് 30,000 വരെയാണ്. അത് ഓരോരോ കല്യാണ പ്രോഗ്രാമിന് ആളുടെ എന്ത് പ്രോഗ്രാമാണ്, ഡാൻസ് ആയാലും പാട്ടായാലും അഭിനയമായാലും സകല കലാവല്ലഭനാണ്. അപ്പോൾ ഏത് പ്രോഗ്രാമാണ് നിങ്ങൾ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബുക്കിങ്ങിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ റേറ്റും കാര്യങ്ങളും. അപ്പോൾ 10,000 തൊട്ട് 30,000 വരെയാണ് ആളുടെ റേറ്റ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ ചെറിയൊരു എമൗണ്ട് ആണ് കേട്ടോ. ആളുടെ ഒരു പബ്ലിസിറ്റിയും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ
നോക്കുമ്പോൾ വലിയ വലിയ സ്റ്റാറുകളെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് കമ്പയറിങ്. സ്റ്റാറുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് കുറവാണ്. കാരണം പിന്നീട് അത് കൂടാട്ടാ. കാരണം ഈ മാസങ്ങളൊക്കെ ബുക്കിങ്ങിനാണ് ഈ ഒരു ഓഫർ കിട്ടുള്ളൂ. പിന്നെ ആളുടെ പബ്ലിസിറ്റി വാല്യൂ കൂടുന്നതിനനുസരിച്ച് ആളുടെ റേറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും വലിയ ഓഫർ ഇപ്പോഴേ ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ, അതായത് 10,000 തൊട്ട് 30,000 വരെയുള്ള റേറ്റിൽ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഓഫറും കാര്യങ്ങളൊക്കെയാണ് ആൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഫുൾ വീഡിയോ മസ്റ്റായിട്ട് ഇരുന്ന് കണ്ടോളൂ. എന്തായാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. ചിരിക്കും ചെയ്യും, എടുത്തിട്ട് ആക്കാനും തോന്നും. അറിയില്ല, പോട്ടെ, നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ. ശരി. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.